സിനിമകളിലൊക്കെ കാണുന്നത് പോലത്തെ ഒരു ഷോട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ, സൂര്യൻ ഉദിച്ച് വരുന്ന വ്യൂ. എവിടെ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കണ്ടാൽ ഏട്ടൻ അപ്പോൾ ഷൂട്ട് ചെയ്യണം, വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണം. അങ്ങനെ ഇത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ അടുക്കളയിൽ പിടിപ്പത് ജോലിയായിട്ട് നിൽക്കുമ്പോഴാണ് ഏട്ടൻ അതിഗംഭീരമായിട്ടുള്ളൊരു ഷോട്ട് എടുത്ത് കൊണ്ടുവന്ന് തന്നത് കേട്ടോ. എന്തായാലും താങ്ക് യു ഏട്ടാ. അപ്പോൾ വേറെ സ്കൂളിൽ വിടുന്ന തിരക്കാണ്. ചാള ഫ്രൈ, പിന്നെന്താണ് പരിപ്പും പാലക്കും കൂടി ഇട്ടിട്ടുള്ള ഒരു ഡാൽ പാലക്കറി, അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ കറികളൊന്നുമില്ല. അങ്ങനെ രാവിലത്തെ പിടിപ്പത് ജോലി കഴിഞ്ഞാൽ ഒരു 11-12 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഫ്രീ ആവും കേട്ടോ. സാധാരണഗതിയിൽ 12 മണി. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലി ചെയ്യാനും ഒട്ടുമേ ഇഷ്ടമല്ല. വൈകിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന പാട് എനിക്ക് മാത്രം അറിയാം കേട്ടോ. മിക്കവാറും എല്ലാ വീടുകളിലും വൈകുന്നേരം ചപ്പാത്തി ആയിരിക്കും. സമ്മതിക്കണം, വൈകുന്നേരം ഈ ചപ്പാത്തി ഉണ്ടാക്കുക, കറി ഉണ്ടാക്കുക, എന്ത് പാടല്ലേ. പക്ഷേ ഭാഗ്യത്തിന് ഇവിടെ പുട്ടാണ്. പുട്ട് എന്ത് ഭാഗ്യമാണെന്നറിയോ, പുട്ട് എന്ത് ഈസി ആണെന്നറിയോ. മാത്രമല്ല ഞാനാണെങ്കിൽ പുട്ട് നനച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ആവശ്യാനുസരണം എടുത്ത് വേവിക്കുകയേ ചെയ്യത്തുള്ളൂ. എന്തൊരെളുപ്പം. അതുപോലെ നമുക്ക് ചപ്പാത്തി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ദിവസവും ചെയ്യുന്നവർക്ക് അത് വലിയ പുത്തരിയൊന്നും ആയിരിക്കില്ല അല്ലേ. എപ്പോഴും അത് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര ഈസി ആയിട്ടൊക്കെ ആയിരിക്കും. ഒരു വീട്ടിൽ എത്ര പേരുണ്ടാവും? ഒരു 4 പേരൊക്കെ ഉള്ള വീട്ടിൽ വളരെ പെട്ടെന്ന് ഒരു 2, 4, 6, 8, 10 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എത്ര സമയം വേണം അല്ലേ. പിന്നെ ചില വീടുകളിൽ ചപ്പാത്തിയോടൊപ്പം കറിയും ഉണ്ടാക്കണം. അതൊരു ടാസ്ക് തന്നെ കേട്ടോ. പിന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ചില സ്ഥലങ്ങളിൽ ഹെൽപ്പ് ചെയ്യാനും ആളുണ്ടാവില്ല. ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പുട്ട് നനച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ ഉച്ചത്തെ മീൻകറി ഉണ്ടെങ്കിൽ വൈകിട്ട് അത് മതി. പുട്ടും മീൻകറിയും, എന്താ നല്ല കോമ്പിനേഷൻ അല്ലേ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 13 വർഷമാവുന്നുണ്ട്. ഇവിടെ സ്ഥിരം പുട്ടും മീൻകറിയും. അതിന് മുതലേ പുട്ടും മീൻകറിയാണ് ഏട്ടൻ്റെ കഴിപ്പ് കേട്ടോ. അതിനൊരു മടുപ്പുമില്ലാണ്ട് കഴിക്കുന്നുണ്ട്, എൻ്റെ ഭാഗ്യം. പിന്നെ ദോശയൊക്കെ ഉണ്ടെങ്കിൽ ദോശയൊക്കെ ചുട്ടുകൊടുത്താൽ കഴിക്കും. മുൻപ് ദോശയൊന്നും ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ദോശയൊക്കെ കഴിക്കും. നമ്മളൊക്കെ വരുമ്പോൾ അങ്ങനെ പല പല ശീലങ്ങളും മാറ്റിയെടുക്കുമല്ലോ. ദോശ ഉണ്ടെങ്കിൽ ദോശ, അപ്പം ചിലപ്പം ചൂടോടെ ചുട്ടുകൊടുത്താൽ കഴിക്കും. പുട്ട്, ഇത് 3 തന്നെയാണ് രാത്രിയിലത്തെ മെനു എന്ന് പറയുന്നത്. അത് അപ്പവും ദോശയൊന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. മാവൊക്കെ ഉണ്ടെങ്കിലും മാത്രമാണ് അപ്പവും ദോശയൊക്കെ ഉണ്ടാവാറുള്ളത്. അതും ചൂടോടെ ചുട്ടു കൊടുക്കണം. ഏതായാലും ചൂട് നിർബന്ധമാണ്. അതിപ്പോൾ ചൂടോടെ അല്ല കഴിക്കുന്നത്, തണുപ്പിച്ചാണ് കഴിക്കുന്നതെങ്കിൽ കൂടിയും ചൂടോടെ സാധനങ്ങൾ കൊണ്ടുവച്ച് കൊടുത്താലേ കഴിക്കത്തുള്ളൂ. പിന്നെ എല്ലാം അപ്പോഴെപ്പോഴും ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്താൽ അത്രയും സന്തോഷം. നമ്മൾ പിന്നെ അതിനൊന്നും മെനക്കെടാൻ നിൽക്കില്ല. അപ്പവും ദോശയൊക്കെ വേണമെങ്കിൽ ചൂടോടെ ചുട്ടു കൊടുക്കാം, പുട്ടും വേവിച്ച് കൊടുക്കാം. പിന്നെ മീനൊക്കെ അപ്പം വയ്ക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല മക്കളെ. വേണമെങ്കിൽ കഴിച്ചാൽ മതി. അങ്ങനെ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യാം കേട്ടോ.